സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മൾ മറ്റുള്ളവരിലെ നല്ല ഗുണങ്ങൾ, നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുക എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു പുണ്യമുണ്ട്. ചില മനുഷ്യരുണ്ട്, ഒരാളുടെ നന്മയെപ്പറ്റിയും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത ശൈലിയിൽ ജീവിക്കുന്ന ആളുകൾ. അത് ഒരു നല്ല കാര്യമല്ല. പക്ഷേ ഈ പ്രശംസയുടെ, അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ ഈ നല്ല മൂല്യത്തിൻ്റെ മറ്റൊരു എക്സ്ട്രീമുണ്ട്. അത് മുഖസ്തുതി പറയുന്നതിൻ്റെ ഒരു മനോഭാവമാണ്. ഈ മുഖസ്തുതി ഒരു മോശം കാര്യമാണ്. അത് ഒരു പാപത്തിൻ്റെ അവസ്ഥയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ അപ്രീഷിയേറ്റ് ചെയ്ത് പ്രശംസിച്ച് ഒരാളെ പറ്റി സംസാരിക്കുന്നതും മുഖസ്തുതി പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ സംസാരത്തെ വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. മുഖസ്തുതി പറയുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ പ്രീണിപ്പിക്കാനോ അയാളിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനോ വേണ്ടി അയാളുടെ ഇല്ലാത്ത ഗുണങ്ങളെ പുകഴ്ത്തി സംസാരിക്കുന്നതാണ് മുഖസ്തുതി. അതിൽ ഒരു ദുരുദ്ദേശമുണ്ട്. എന്തെങ്കിലും നേടിയെടുക്കുക, അയാളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞ്, ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറഞ്ഞ് എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളൊരു ദുരുദ്ദേശമുണ്ട്. അസത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, എക്സാജറേറ്റ് ചെയ്ത്, ഉള്ള കാര്യമായിരിക്കും പക്ഷേ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് അതുണ്ടെന്ന് അയാളോട് എക്സാജറേറ്റ് ചെയ്ത് പറയുക. ഇതൊക്കെ ഈ മുഖസ്തുതിയുടെ ലക്ഷണങ്ങളാണ്. നേരെ മറിച്ച് ഒരാളിലുള്ള നല്ല ഗുണങ്ങളെയോ അയാൾ ചെയ്ത നല്ല കാര്യങ്ങളെയോ സത്യസന്ധമായി അംഗീകരിച്ചും അഭിനന്ദിച്ചും സംസാരിക്കുന്നതാണ് അയാൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അയാളെ പ്രശംസിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മുഖസ്തുതിയിൽ എപ്പോഴും പ്രശംസയുടെ ഒരു പടി കൂടി കടന്ന് ഒരു പുകഴ്ത്തൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു പടി കൂടി കടന്നിട്ടുള്ള ഒരു പുകഴ്ത്തൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ചില ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ്, എനിക്ക് നേടിയെടുക്കേണ്ടുന്ന ചില ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് മറ്റൊരാളെ പലപ്പോഴും നമ്മൾ പുകഴ്ത്തി സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശംസിച്ച് സംസാരിക്കുന്നത് മുഖസ്തുതിയിലേക്ക് വഴുതി വീഴാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മുഖസ്തുതി ചിലർ പറയുന്നത് ദോഷങ്ങളെ മറച്ചു വെച്ച് ഒരാളെ പുകഴ്ത്തുന്നതാണ്. പ്രശംസ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഗുണങ്ങളെ വെളിവാക്കിക്കൊണ്ട് സംസാരിക്കുന്നതാണ്, അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. ഈ മുഖസ്തുതിയുടെ ഒരു പ്രത്യേകത, അതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. മറ്റൊരാളെ, എനിക്കൊരു കാര്യം നേടിയെടുക്കാൻ ഒരാളുടെ ആവശ്യമുണ്ടെങ്കിൽ ആ ആളെ വളരെ തന്ത്രപരമായി നിയന്ത്രിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് മുഖസ്തുതി വഴി നമ്മൾ നടത്തുന്നത്. ഒരു സൈക്കോളജിക്കൽ ഗെയിമാണെന്ന് പറയാൻ കാരണം അതാണ്. അയാളെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുകഴ്ത്തി അയാളുടെ ഉള്ളിൽ ഒരു സന്തോഷം ജനിപ്പിച്ച് നമ്മുടെ കാര്യം നേടിയെടുക്കാനായിട്ടുള്ളൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. നേരെ മറിച്ച് പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയെ അയാളുടെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് ബഹുമാനിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. വാസ്തവത്തിൽ ഈ മുഖസ്തുതി പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടാണോ പറയുന്നത് അയാൾക്ക് കള്ളനോട്ട് കൊടുക്കുന്നത് പോലെയാണ്. അത് കിട്ടുന്ന ആൾ ശ്രദ്ധിക്കാതെ അത് വാങ്ങി പോക്കറ്റിലിട്ടാൽ അതിൻ്റെ അപകടം മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത് അത് കയ്യിലിരിക്കുന്ന ആൾക്കാണ്, മുഖസ്തുതി കേട്ട ആൾക്കാണ്. പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള നല്ല നോട്ട് കയ്യിലേക്ക് കൊടുക്കുന്നത് പോലെയാണ്. നമ്മൾ ഓർക്കണം, മുഖസ്തുതി നമ്മൾ മറ്റൊരാളെ പറ്റി പറയുമ്പോൾ നമ്മൾ അയാളോട് ചെയ്യുന്ന അപരാധത്തെ പറ്റി നമുക്ക് ചിന്തയുണ്ടാകണം. വാസ്തവത്തിൽ അത്തരം കാര്യങ്ങൾ ആ മുഖസ്തുതി കേൾക്കുന്ന ആളെ അഹങ്കാരിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്, വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ്. ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്നുള്ള ചിന്തയിൽ വഴിതെറ്റി പോകാനായിട്ട്, അഹങ്കരിച്ചു പോകാനായിട്ട് ആ വ്യക്തിക്ക് ഇടവരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു പാപമാണ്. മുഖസ്തുതി പറഞ്ഞൊരാളെ വഴിതെറ്റിക്കുമ്പോൾ സുഭാഷിതങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 29-ാം സുഭാഷിതത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നതാണ്, അയൽക്കാരനോട് മുഖസ്തുതി പറയുന്നവൻ അവൻ്റെ
കാലുകൾക്ക് കെണി വെക്കുകയാണ്. നോക്കിയേ, അയൽക്കാരനോട് മുഖസ്തുതി പറയുന്നവൻ അവൻ്റെ കാലുകൾക്ക് കെണി വെക്കുകയാണ്. നമ്മൾ വിചാരിക്കും മുഖസ്തുതിയൊക്കെ പറഞ്ഞ് അവന് വലിയ സന്തോഷമായി. പക്ഷേ അവനെ കെണിയിൽ വീഴ്ത്തുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ അത് തിരിച്ചറിയണം. നമ്മൾ പ്രശംസിക്കുമ്പോൾ മറ്റൊരാൾ വളരാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഈ പറയുന്ന ആളുകൾ പ്രശംസിക്കുന്നത് നല്ലതാണ്, അത് മുഖസ്തുതിയിലേക്ക് വഴുതി വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ, നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും ചിന്തിക്കണം. നമ്മൾ ഒരാളെ പ്രശംസിച്ച് അയാളുടെ നല്ല കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കണം, ഞാൻ ഇത് പറയുന്നത് എന്തിനാണ്? അത് നമ്മൾ ചിന്തിക്കണം. ആ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഇതെനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ആ സംസാരം അവിടെ വെച്ച് നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളെ പറ്റി പ്രശംസിച്ച് പറയുമ്പോൾ ആ ആളിലേക്ക് ഫോക്കസ് ചെയ്യാതെ, ആ വ്യക്തിയിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യാതെ അവനിലെ ദൈവകൃപയിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഈ പ്രശംസ മുഖസ്തുതിയിലേക്ക് വഴുതി മാറാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നീ ഇന്ന കാര്യം ചെയ്യുമ്പോൾ ഒരു ലെജൻഡാണ്, ഒരു ജീനിയസ് ആണ് എന്നൊക്കെ പറയുന്നതിന് പകരം അത് ചെയ്യാനായിട്ട് നിനക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ കൃപയെപ്പറ്റി അവനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ പ്രശംസിക്കാനായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ അതൊരിക്കലും മുഖസ്തുതിയിലേക്ക് വഴുതി വീഴുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മളെ പ്രശംസിച്ച് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആളുകളാണ്, നമ്മൾ അഹങ്കാരിയായിട്ട് മാറരുത്, നമുക്കിത് കെണിയായിട്ട് മാറരുത്. സുഭാഷിതങ്ങളിൽ പറയുന്നത് പോലെ അതിന് കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആരെങ്കിലും നമ്മളെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉടനെ അത് നമ്മളിലേക്ക് തന്നെ ചിന്തിക്കാതെ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ആത്മീയമായിട്ട് അതിനോട് പ്രത്യുത്തരിക്കേണ്ടുന്ന മാർഗം. നമ്മൾ പറഞ്ഞ ആളോടും നമുക്ക് പറയാൻ സാധിക്കണം, ഇത് ദൈവം തന്ന ദാനമാണ്, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയ കാര്യമല്ല, ഒരുമിച്ച് ഒരു ടീമായിട്ട് ഞങ്ങൾ ഒരുപാട് പേര് കൂടി നമ്മളിത് ചെയ്തതാണ് എന്ന് പറയാൻ സാധിക്കുന്നിടത്ത് നമ്മൾ കേൾക്കുന്ന ആ പുകഴ്ചയുടെ വാക്കുകൾ മുഖസ്തുതിയുടെ ഭാവത്തിലേക്ക് നമ്മുടെ ഉള്ളിൽ മാറാതെ, അഹങ്കാരത്തിലേക്ക് വീഴാതെ വിനയത്തോടെ ആ വാക്കുകളെ ഏറ്റെടുക്കാനും നമ്മുടെ ജീവിതത്തെ കുറേ കൂടെ ഭംഗിയുള്ളതാക്കി, കുറേ കൂടെ മറ്റുള്ളവരെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ പുകഴ്ത്തലുകൾ മാത്രം പറയുന്ന ആളുകളെ എപ്പോഴും കേൾക്കാതെ വിമർശിക്കുന്ന ആളുകളെ കൂടി കേൾക്കാൻ മനസ്സുള്ള ആളുകളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്ന ഒരു വാചകം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. മനുഷ്യർ പുകഴ്ത്തുമ്പോൾ നീ വലിയവനാകുന്നില്ല, അവർ നിന്ദിക്കുമ്പോൾ നീ ചെറിയവനും ആകുന്നില്ല, നീ ദൈവത്തിൻ്റെ മുമ്പാകെ എന്താണോ അതുമാത്രമാണ് നീ. ഈ ചിന്തയോടെ നമ്മൾ ജീവിച്ചാൽ, നമ്മൾ മറ്റുള്ളവരെ പറ്റി പറയുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കണം. അതിൽ നമ്മളൊരു പിശുക്കും കാണിക്കരുത്. അത് മറ്റുള്ളവരെ വളർത്താൻ, നമ്മളും സത്യസന്ധമായി മറ്റുള്ളവരെ വളർത്താൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ അതൊരിക്കലും മുഖസ്തുതിയിലേക്ക് വഴുതി മാറി നമ്മൾ തന്നെ നമ്മളോട് നുണ പറയുന്ന, മറ്റുള്ളവരോട് നുണ പറയുന്ന, മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന, അഹങ്കാരികളാക്കുന്ന, അവരുടെ ജീവിതത്തിൽ കെണിവെക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. മുഖസ്തുതികൾ കേൾക്കുമ്പോഴായാലും നമ്മൾ ഈ കേട്ട മനോഭാവത്തോടു കൂടി നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആരാണോ അതാണ് എന്നും, മറ്റൊരുവൻ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വലിയവനോ ഞാൻ ചെറിയവനോ ആകുന്നില്ല എന്നുള്ള ബോധ്യത്തോടെ ഈ നോമ്പ് കാലത്ത് ജീവിക്കാൻ, അങ്ങനെ നമ്മുടെ വാക്കുകളെ കൂടുതലായിട്ട് വിശുദ്ധീകരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം.